മണിപ്പൂർ ഇംഫാൽ വെസ്റ്റിൽ നിരോധിത സംഘടനയായ KYKLന്റെ 6 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. 3 തോക്കുകളും വെടിമരുന്നും ഇവരിൽ നിന്ന് സുരക്ഷാ സേന കണ്ടെടുത്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. കഴിഞ്ഞ 15 മാസത്തിലേറെയായി മണിപ്പൂരിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഫലം കാണുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആയുധങ്ങൾ, ഈ ജനങ്ങളിലേക്ക് എത്തിയ ആയുധങ്ങൾ, ഒപ്പം തന്നെ വിവിധ സായുധരായ ഭീകര സംഘടനകളുടെ കൈവശമുള്ള ആയുധങ്ങൾ, ഇത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനുകൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് നിരോധിത ഭീകര സംഘടനയായ കാംഗ്ലോ യോവൽ കൻബ ലൂപ്പ് KYKLന്റെ 6 പ്രവർത്തകരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർ ഈ സംഘടനയുടെ പ്രവർത്തകരാണെന്ന് സ്ഥിരീകരിക്കുകയും തുടർന്ന് ഇവരിൽ നിന്നും ആയുധങ്ങൾ അടക്കമുള്ളവ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. 3 തോക്കുകളും ഒപ്പം തന്നെ വെടിക്കോപ്പുകളും, അതായത് ദൂരെ ഇരുന്ന് വെടിവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്നൈപ്പർ തോക്കുകളാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. അതിൽ ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള ലെൻസുകൾ, കൂടാതെ വെടിമരുന്ന്, ഒരു കാർ എന്നിവയാണ് സുരക്ഷാ സേന പിടിച്ചെടുത്തിരിക്കുന്നത്. തുടർന്ന് ഇക്കാര്യം ഇവരെ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസാണ് ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നാണ് മണിപ്പൂർ പോലീസ് അറിയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ തീരുമാനം വന്നപ്പോൾ ചില പ്രേക്ഷകരൊക്കെ നമ്മൾ പേടിച്ചിട്ടാണ്, നമുക്ക് നട്ടലിൽ വാഴ പിണ്ടിയായിപ്പോയി, നട്ടലിൻ്റെ സ്ഥലത്ത് വേറെ ഏതോ സാധനമാണ്, വാഴയാണ് എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ തളർത്തുന്നില്ല. നമ്മൾ പറയുന്നൊരു കാര്യം, മലയാള വാർത്താ ചാനൽ കാണുന്ന പുതിയ കുട്ടികൾ, ആ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും TV തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നവർ നേരിട്ടും യൂട്യൂബ് വഴിയും അല്ലാതെയൊക്കെ നമ്മളെ അറിയിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു. അവർക്ക് ശ്ലീലമല്ലാത്ത കാര്യങ്ങൾ പരമാവധി ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ട എന്ന്. മാത്രമല്ല, ഒരു യെല്ലോ ജേർണലിസ്റ്റിലേക്ക് പോകാനുള്ള പ്രവണതകൾ മുളയിലെ നുള്ളിക്കളയാനും നമ്മൾ 24 തീരുമാനിച്ചു. അപ്പോൾ പ്രേക്ഷകർക്കും ഈ അഭിപ്രായത്തോട് പ്രതികരിക്കാം. ഞാൻ ഈ മോർണിംഗ് ഷോ അവസാനിപ്പിക്കും മുമ്പ് നിങ്ങളുടെ ചിലർക്ക് അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. വിളിക്കേണ്ട നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. 0484 28 33 0 510 എന്ന നമ്പറിൽ വിളിക്കുക.